ഹായ് ഓൾ. അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് PSC പരീക്ഷകൾക്ക് റാങ്ക് അടിക്കാൻ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു ടെക്നിക്. SCRT ടെക്സ്റ്റുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ടെക്സ്റ്റുകളിൽ നിന്നും റാങ്ക് മേക്കിംഗ് പോർഷൻസ് തിരിച്ചറിഞ്ഞ് നമ്മൾ പഠിക്കണം. അത്തരത്തിൽ ഏറ്റവും മാറ്റം സംഭവിച്ച ടെക്സ്റ്റ് ബുക്കുകളിൽ ഒന്ന് SCRT ജോഗ്രഫി തന്നെയാണ്. ഇപ്പം റൂഫ് ഓഫ് ദി വേൾഡ് എന്ന് പറയുന്ന പുതിയ ചാപ്റ്റേഴ്സ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ലെവൽ 10th +2 ലെവൽ എക്സാംസിനൊക്കെ നമുക്ക് ഇവിടെ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടോപ്പിക്കിന്റെ പ്രധാന ഭാഗങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ കൂടെ ലഭിക്കുന്നതാണ്. ഇത്തരം റാങ്ക് മേക്കിംഗ് ക്ലാസ്സുകൾക്കായി നിങ്ങൾക്ക് ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസിലേക്ക് വരാവുന്നതാണ്. ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയും ടെലിഗ്രാം ചാനൽ വഴിയും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ ഈ ക്ലാസ്സിന്റെ നോട്ടും ഞങ്ങൾ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെയിലി രാവിലെ ഫ്രീ മോക്ക് ടെസ്റ്റുകളും നമ്മൾ ടെലിഗ്രാം ചാനൽ റൺ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ ടെലിഗ്രാം ചാനൽ അംഗങ്ങളാവുക. നിങ്ങളുടെ ഒരു സുഹൃത്തിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുഷ് ദ കോമ്പറ്റീഷൻ. ഹലോ, വെൽക്കം ടു അനദി വ്ലോഗ്സ്. ഞാൻ പ്രശാന്ത്. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ജോഗ്രഫിയിലെ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ പുതിയ SCRT, അപ്പോൾ SCRT എല്ലാം പുതുക്കി എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ പുതിയ SCRTയിൽ പുതിയ ന്യൂ SCRTയിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ആണ് ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക്. സോ ഇത് നമുക്ക് നദേൺ മൗണ്ടൻസ്, നമ്മൾ പഠിക്കുന്ന നമ്മുടെ സിലബസിലുള്ള ഇന്ത്യൻ ജോഗ്രഫിയിലെ നദേൺ മൗണ്ടൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു ചാപ്റ്ററാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന നദേൺ മൗണ്ടൻസിന്റെ ഒപ്പം തന്നെ പുതിയ SCRTയിൽ ഉള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ വെച്ചിട്ടാണ് ഈ ഒരു ക്ലാസ് നമ്മൾ എടുക്കുന്നത്. സോ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡിന് 2 പാർട്ടുകളാണുള്ളത്. അതിൽ ആദ്യത്തെ പാർട്ടാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. അടുത്ത പാർട്ട് പിന്നീട് നമുക്ക് നോക്കാം. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കുക, നമ്മൾ നദേൺ മൗണ്ടൻസ് നിങ്ങൾ എന്താണോ പഠിച്ചു വെച്ചിരിക്കുന്നത് അതേ പോയിന്റുകളൊക്കെ തന്നെ കുറച്ച് എക്സ്ട്രാ പോയിന്റുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാപ്റ്ററിലെ ചില കാര്യങ്ങൾ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് SCRT എന്ന് മാത്രം. അപ്പൊ അത് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാം. ചില ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് വ്യത്യാസമുണ്ട്, അതും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്. ഓക്കെ, സോ ഈ ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ആദ്യം തന്നെ SCRT ഈ ഒരു ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡിൽ പറയുന്ന ഒരു കാര്യം, ഈ നദേൺ മൗണ്ടൻ റേഞ്ചസിന്റെ നദേൺ ബൗണ്ടറി ആയിട്ടുള്ള പാമിർ പീഠഭൂമിയെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഇതിൽ തുടങ്ങുന്നത്. ഈ ചാപ്റ്റർ തുടങ്ങുന്നതേ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സും ഇതിൽ വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പൊ ശ്രദ്ധിക്കുക, നദേൺ മൗണ്ടൻ റേഞ്ചസിന്റെ നദേൺ ബൗണ്ടറി ആയിട്ട്, നോർത്ത് ഈസ്റ്റേൺ ബൗണ്ടറി ആയിട്ട് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ തന്നെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനെ തന്നെ നമ്മൾ പറയുന്ന ഒരു പോയിന്റ് ആണ് പാമിർ നോട്ട്, അല്ലെങ്കിൽ പാമിർ പീഠഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ്. അപ്പൊ ആക്ച്വലി ഇതിൽ പറയുന്നത് ഈ പാമിർ പീഠഭൂമി മുതൽ പൂർവാചൽ വരെയുള്ള, ഈസ്റ്റിലേക്ക് പൂർവാചൽ വരെയുള്ള ഒരു ഭാഗമാണ് നദേൺ മൗണ്ടൻ റേഞ്ചസ് എന്നാണ് പറയുന്നത്. അതായത് നോർത്ത് ഈസ്റ്റില്, ശ്രദ്ധിച്ചോണേ, നോർത്ത് ഈസ്റ്റിലെ ഈ പറഞ്ഞ ഈസ്റ്റേൺ ബൗണ്ടറി എത്തുന്ന സമയത്ത് നോർത്ത് ഈസ്റ്റേൺ ബൗണ്ടറി, അതായത് നോർത്ത് മുതൽ നോർത്ത് ഈസ്റ്റേൺ ബൗണ്ടറി വരെയാണ് നമ്മൾ പറയുന്നത്. ഇതിൽ ഈ നോർത്തേൺ ബൗണ്ടറി ആയിട്ട് പറയുന്നത് പാമിർ നോട്ടും, നോർത്ത് ഈസ്റ്റേൺ ബൗണ്ടറി ആയിട്ട് പൂർവാചലും വരെയുള്ള ഒരു റേഞ്ചസിനെയാണ്, ഒരു ഭാഗത്തെയാണ് ഈ പറഞ്ഞ നദേൺ മൗണ്ടൻ റേഞ്ചസ് എന്ന പേരിൽ പറയുന്നത്. ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഈ പാമിർ നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്. ഓർത്ത് വെച്ചോണെ, പാമിർ നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്. ഇത് മുന്നും പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. റൂഫ് ഓഫ് ദ വേൾഡ് എന്ന പേരിലാണ് ഈ പറഞ്ഞ പാമിർ നോട്ട് അല്ലെങ്കിൽ പാമിർ പീഠഭൂമി അറിയപ്പെടുന്നത്. അപ്പൊ പാമിർ പീഠഭൂമിയെ കുറിച്ച് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, പാമിർ പീഠഭൂമി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമിയാണ്. ഈ പാമിർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് മറ്റൊരു പീഠഭൂമിയിലാണ്. ആ പീഠഭൂമിയുടെ പേര് ടിബറ്റൻ പീഠഭൂമി എന്നാണ്. അപ്പൊ ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ നദേൺ മൗണ്ടൻ റേഞ്ചസിനെ വേറൊരു രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ ഭാഗങ്ങൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ടിബറ്റൻ പീഠഭൂമി ഈ നദേൺ മൗണ്ടൻ റേഞ്ചസിന്റെ നോർത്തിലും
ഗാൻജറ്റിക് പ്ലെയിൻ സൗത്തിലും വരുന്ന രീതിയിലും നമ്മൾ സാധാരണ രീതിയിൽ നാർത്തേൺ മൗണ്ടൻ റേഞ്ചസിൽ പറയാറുണ്ട്. അപ്പൊ പാമർ നോട്ട് വെച്ചിട്ടാണ് ഇവിടെ തുടങ്ങുന്നത്. സോ ആ കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, ഈ പാമർ നോട്ട് അല്ലെങ്കിൽ പാമർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന മൗണ്ടൻ റേഞ്ചസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധാരണ ചോദിക്കാറുണ്ട്. ഓക്കെ, പാമർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന മൗണ്ടൻ റേഞ്ചസ്, അതിലൊന്നാണ് കുൻ ലുൺ എന്ന് പറഞ്ഞിട്ടുള്ള മൗണ്ടൻ റേഞ്ചസ്. ഇത് ചൈനയിലാണ് കേട്ടോ, ഓർത്തു വെച്ചോണെ, ചൈനയിലേക്കാണ് ഈ പറഞ്ഞ കുൻലുൺ മൗണ്ടൻ റേഞ്ചസ് കടന്നു പോകുന്നത്. അടുത്തത് ഹിന്ദുക്കുഷ് എന്ന് പറഞ്ഞിട്ടുള്ള മൗണ്ടൻ റേഞ്ചസ് ആണ്. ഹിന്ദുക്കുഷ് മൗണ്ടൻ റേഞ്ചസ് പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാനിലേക്കാണ് ഈ ഒരു മൗണ്ടൻ റേഞ്ചസ് കടന്നു പോകുന്നത്. അടുത്തത് ടിയാൻഷാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൗണ്ടൻ റേഞ്ചാണ്. വീണ്ടും ചൈനയിലേക്കാണ് ഈ പറഞ്ഞ ടിയാൻഷാൻ പോകുന്നത്. കാരക്കോറം ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഒരു മൗണ്ടൻ റേഞ്ച് ആണ്. ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, നദേൺ മൗണ്ടൻ റീജിയൻസ് നല്ല രീതിയിൽ തന്നെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ കൂടെ തന്നെ പുതിയ SCERT-യിലുള്ള ഈ പോയിന്റുകൾ കൂടി നല്ല രീതിയിൽ തന്നെ നോക്കി പോവാം. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ എന്താണോ പഠിച്ചു വെച്ചിരിക്കുന്നത് അതേ കാര്യങ്ങൾ തന്നെ വേറൊരു രീതിയിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, സോ പാമർ നോട്ടിന്റെ കാര്യം ഫുള്ള് നമ്മൾ പറഞ്ഞു തീർത്തതില്ല. പാമർ നോട്ട് തജക്കിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിലാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ്. ടിബറ്റൻ പീഠഭൂമിയുടെ ഭാഗമാണ്. ആ പാമർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. റൂഫ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ മേൽക്കൂര എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ പാമർ പീഠഭൂമിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് SCERT-യിലെ ഈ ഒരു ചാപ്റ്റർ തന്നെ തുടങ്ങുന്നത്. ഓക്കെ, അടുത്തത് ശ്രദ്ധിക്കണേ. അടുത്തത് SCERT-യിൽ പറയുന്ന ഒരു പോയിന്റ് ആണ് ഫോൾഡഡ് മൗണ്ടൻസ് എന്ന് പറയുന്നത്, അതായത് മടക്ക് പർവ്വതങ്ങൾ. അപ്പൊ മടക്ക് പർവ്വതങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഫോൾഡഡ് മൗണ്ടൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ആ കാര്യമാണ് അടുത്തത് SCERT-യിൽ പറയുന്നത്. അപ്പൊ അതേ ഓർഡറിൽ തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞു പോകുന്നത്. ശ്രദ്ധിച്ചോണേ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, രണ്ട് സെഡിമെന്ററി റോക്ക് സ്ട്രാറ്റ എന്നാണ് ഇവിടെ പറയുന്നത്. കംപ്രഷൻ ഓഫ് സെഡിമെന്ററി റോക്ക് സ്ട്രാറ്റ എന്താന്ന് നോക്കണേ. Folded mountains are formed due to the compression of sedimentary rock strata of the earth crust. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഈ ഫോൾഡ് മൗണ്ടൻസ് ഉണ്ടാവാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇവിടെ പറയുന്നത് സെഡിമെന്ററി റോക്കുകളുടെ രണ്ട് സെഡിമെന്ററി റോക്കുകളെ കംപ്രഷൻ, അതായത് രണ്ട് സെഡിമെന്ററി റോക്ക് ബ്ലോക്കുകൾ, അതിന്റെ കംപ്രഷനുമായി ബന്ധപ്പെട്ട് ഈ കംപ്രഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്രഷൻ ഇവിടെ മടക്കുകളോടുകൂടി മുകളിലേക്ക് വരുന്നുണ്ട്. അതാണ് ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇതൊരു സെഡിമെന്ററി റോക്ക് സ്ട്രാറ്റ, മറ്റൊരു സെഡിമെന്ററി റോക്ക് സ്ട്രാറ്റയിലേക്ക് ഇത് കംപ്രസ് ചെയ്യപ്പെടുന്നു. അപ്പൊ അതെന്തുകൊണ്ട് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ പ്ലേറ്റ് ടെക്ടോണിക് തിയറി നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഇത് ഇങ്ങോട്ട് വരുന്നു, ഇതും ഇങ്ങോട്ട് വരുന്നു, മറ്റൊരു ബ്ലോക്ക് ഇങ്ങോട്ട് വരുന്നു. ഇത് തമ്മിൽ കംപ്രസ് ചെയ്യുകയും ഇതേപോലെ തന്നെ ഇത് കംപ്രസ് ചെയ്ത് ഇത് താഴേക്ക് പോകുന്നതിന് പകരം മുകളിലേക്ക് മടങ്ങിയിട്ടാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഫോൾഡ് മൗണ്ടൻസ് അല്ലെങ്കിൽ മടക്ക് പർവ്വതങ്ങൾ രൂപീകരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സെഡിമെന്ററി റോക്ക് സ്ട്രാറ്റയുടെ കംപ്രഷനെ പറയുന്ന പേരാണ് ഫോൾഡിംഗ് എന്ന് പറയുന്നത്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഫോൾഡിംഗ്. അപ്പൊ അങ്ങനെ ഫോൾഡ് മൗണ്ടൻസ് ആയിട്ട് പ്രധാനമായിട്ടും രണ്ട് ഫോൾഡ് മൗണ്ടൻസിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുക്കുന്നത്. ഒന്ന് ഹിമാലയാസ് ആണ്, മറ്റൊന്ന് ആൽപ്സ് ആണ്. ഓക്കെ, ഇതുകൂടാതെ ലോകത്തിലെ ആൻഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള പർവ്വതനിര, ലോകത്തിലെ ഏറ്റവും നീളത്തിൽ ഉള്ള പർവ്വതനിരയാണ് ആൻഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള പർവ്വതനിര. ഇതെല്ലാം ഫോൾഡ് മൗണ്ടൻസിന് ഉദാഹരണമാണ്. ദെൻ അടുത്തത് നോക്കുവാണെ, അടുത്തത് റിലേറ്റീവ്ലി യങ് ആൻഡ് ലോഫ്റ്റി നോർത്ത് ഇന്ത്യൻ മൗണ്ടൻ റേഞ്ചസ് ഹാവ് ബീൻ ഫോംഡ് ബൈ ദ ഫോൾഡിംഗ് ഓഫ് റോക്ക് ലെയേഴ്സ്. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ നദേൺ മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്നത് ഫോൾഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് കാരണമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ പ്രോസസ്സാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞത്. സോ ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നദേൺ മൗണ്ടൻസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് രണ്ട് നദികൾക്കിടയിലാണെന്ന് കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് നദികൾ എന്ന് പറയുന്നത് ഒന്ന് ഇൻഡസ് നദിയും മറ്റൊന്ന് ബ്രഹ്മപുത്ര നദിയുമാണ്. അതായത് വെസ്റ്റേൺ ഭാഗത്ത്, പടിഞ്ഞാറ് ഭാഗത്ത് ഇൻഡസ് നദിയും
ഈസ്റ്റ് ഭാഗത്ത്, കിഴക്ക് ഭാഗത്ത് ബ്രഹ്മപുത്ര നദിക്കും ഇടയിലാണ് ഈ നദേൺ മൗണ്ടൻ റേഞ്ചസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ, 2400 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതേപോലെ വിഡ്ത്ത് എന്ന് പറയുന്നത് 150 മുതൽ 400 കിലോമീറ്റർ വരെയാണ്. അപ്പൊ ഈ 400 കിലോമീറ്റർ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇവിടെ വിഡ്ത്ത് ഒന്നുകൂടി ഞാൻ ജസ്റ്റ് എടുത്ത് എഴുതുന്നു. സോ 150 മുതൽ 400 കിലോമീറ്റർ വരെ. അപ്പൊ 400 കിലോമീറ്റർ മുതൽ 150 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വിഡ്ത്ത്. ഈ 400 കിലോമീറ്റർ എന്ന് പറയുന്നത് വെസ്റ്റ് ഭാഗത്താണ്, ആൻഡ് 150 കിലോമീറ്റർ എന്ന് പറയുന്നത് ഈസ്റ്റ് ഭാഗത്താണ്. ഓക്കെ, അതായത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, വെസ്റ്റിൽ നിന്ന് വെസ്റ്റ് ടു ഈസ്റ്റ് ശ്രദ്ധിച്ചോണേ, ഈ പറഞ്ഞ നദേൺ മൗണ്ടൻസ് പോകുന്തോറും, വെസ്റ്റ് ടു ഈസ്റ്റ് നദേൺ മൗണ്ടൻസ് പോകുന്തോറും വിഡ്ത്ത് എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നു. ഓർത്തു വെക്കുക. അതായത് വെസ്റ്റ് ടു ഈസ്റ്റ് നദേൺ മൗണ്ടൻസിന്റെ വിഡ്ത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞു വരുന്നു എന്നുള്ള കാര്യം നമുക്ക് കാണാം. വെസ്റ്റിലെ, അതായത് ഇവിടെ നോക്കിക്കോണേ, കാശ്മീർ ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക് മേഖല, അതേപോലെ തന്നെ ഈസ്റ്റ് എന്ന് പറയുന്ന അരുണാചൽ പ്രദേശ്. സോ ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് മേഖല മുതലേ അരുണാചൽ പ്രദേശ് വരെയുള്ള വിഡ്ത്ത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞാണ് വരുന്നത്. അതായത് വെസ്റ്റ് ടു ഈസ്റ്റ് വിഡ്ത്ത് എന്ന് പറഞ്ഞ് കുറഞ്ഞു വരുന്നു. ഇവിടെ ശ്രദ്ധിച്ചോണേ, പെക്യുലർ ആയിട്ടുള്ള ഹൈ പീക്കുകൾ, ഗ്ലേഷ്യറുകൾ, വാലികൾ എല്ലാം ചേർന്നതാണ് ഈ നദേൺ മൗണ്ടൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഹൈ ആയിട്ടുള്ള ഒരുപാട് പീക്കുകളുണ്ട്. മൗണ്ട് എവറസ്റ്റ് ഉണ്ട്, മൗണ്ട് കേറ്റു ഉണ്ട്. ഇവിടെ നോക്കണേ, ലോകത്തിലെ ആദ്യത്തെ മൂന്ന് ഏറ്റവും ഹയസ്റ്റ് പീക്കുകൾ, ഒന്ന് മൗണ്ട് എവറസ്റ്റ്, 2 മൗണ്ട് കേറ്റു, 3 കാഞ്ചൻജംഗ. ഇതെല്ലാം ഈ പറഞ്ഞ നദേൺ മൗണ്ടൻ റേഞ്ചസിലാണ്, ഹിമാലയാസിലാണ്. പ്രത്യേകിച്ചും ഈ ഭാഗത്ത് ഉള്ള നദേൺ മൗണ്ടൻ റേഞ്ചസിലുള്ള ഹയർ പീക്കുകളാണ്. ഗ്ലേഷ്യറുകൾ വരുന്ന സമയത്ത് ഇപ്പോ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന ഗ്ലേഷ്യറുകൾ എന്ന് പറയുന്നത് സെമു ഗ്ലേഷ്യർ ഒരു പ്രധാനപ്പെട്ട ഗ്ലേഷ്യറാണ്. സിയാച്ചിൻ ഗ്ലേഷ്യർ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലേഷ്യർ ആയിട്ടുള്ള സിയാച്ചിൻ ഗ്ലേഷ്യർ. സെമു ഗ്ലേഷ്യറിന്റെ പ്രത്യേകത, നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ ഗ്ലേഷ്യർ ആണ് ഈ പറഞ്ഞ സെമു ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. വാലികളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് കാശ്മീർ വാലി ഉണ്ട്, കുളു മണാലി വാലി ഉണ്ട്. ഇതെല്ലാം ഇവിടുത്തെ പ്രധാനപ്പെട്ട വാലികളാണ് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ബേസ്ഡ് ഓൺ ദ ടോപ്പോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നദേൺ മൗണ്ടൻ റീജൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3. ഈ നദേൺ മൗണ്ടൻ റേഞ്ചസിനെ തന്നെ പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ കാണാറുണ്ട്. അതില് ഈ ടോപ്പോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക് വെച്ച് ഈ നദേൺ മൗണ്ടൻ റേഞ്ചസിനെ 3 ആയിട്ടാണ് പ്രധാനമായും തരംതിരിക്കുന്നത്. ഒന്ന് ട്രാൻസ് ഹിമാലയൻ റീജിയൻ, മറ്റൊന്ന് ഹിമാലയാസ്, മറ്റൊന്ന് ഈസ്റ്റേൺ ഹിൽസ്, അതായത് പൂർവാചൽ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം. ഈ 3 തരത്തിലാണ്, 3 ബ്ലോക്കുകളായിട്ടാണ് നദേൺ മൗണ്ടൻ റീജിയനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൃത്യമായിട്ട് തന്നെ ഒരു ഫിഗറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു കാര്യം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ഇത്രയും ഭാഗം ശ്രദ്ധിച്ചോണേ, ഇത്രയും ഭാഗം ട്രാൻസ് ഹിമാലയൻ ഭാഗമാണ്. ഇപ്പൊ നമ്മൾ ഞാൻ ഈ വരച്ചിട്ടുള്ള ഇത്രയും ഭാഗം ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ട്രാൻസ് ഹിമാലയൻ ഭാഗമാണ്. രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് വരുന്നു. രണ്ടാമത്തെ ബ്ലോക്ക് ഇതാണ് രണ്ടാമത്തെ ബ്ലോക്ക്. ഈ രണ്ടാമത്തെ ബ്ലോക്കിനെയാണ് ഹിമാലയാസ് എന്ന് പറയുന്നത്. ഹിമാലയാസിൽ തന്നെ 3 പ്രധാനപ്പെട്ട പർവ്വത നിരകൾ കടന്നു പോകുന്നുണ്ട്. ഒന്ന് ഹിമാദ്രി, 2 ഹിമാചൽ, ശിവാലിക്. നമ്മൾ ട്രാൻസ് ഹിമാലയ എടുത്തു കഴിഞ്ഞാൽ കാരക്കോറം ഉണ്ട്, ലഡാക്ക് ഉണ്ട്, അതേപോലെ തന്നെ സസ്കർ റീജിയനും ഉണ്ട്. ദെൻ ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുക, ഇതിനെയാണ് പൂർവാചൽ എന്ന് പറയുന്നത്. 3ാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള പൂർവാചലാണ് ഈ കിടക്കുന്നത്. സോ പൂർവാചലിനെ ഇതേപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഹിൽ റീജിയൻസ് ആണ് ഈ പൂർവാചൽ എന്ന് പറയുന്നത്. ഇതിൽ പത്കായ് ബംബും നാഗാ കുന്നുകളും മിസോ കുന്നുകളും ഗാരോ ഗാസി ജയന്ത കുന്നുകളെല്ലാം ഉൾപ്പെടുന്നതും പൂർവാചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ് എന്ന് പറയുന്നത്. ഇങ്ങനെ 3 തരത്തിലാണ് ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ട്രാൻസ് ഹിമാലയ. ട്രാൻസ് ഹിമാലയ മറ്റൊരു പേരിലും അറിയപ്പെടുന്നത് ശ്രദ്ധിച്ചോണേ, ടിബറ്റൻ ഹിമാലയാസ് എന്ന പേരിൽ അറിയപ്പെടുന്നതും ഈ ട്രാൻസ് ഹിമാലയാസ് തന്നെയാണ്. നദേൺ മോസ്റ്റ് ഡിവിഷൻ ഓഫ് ട്രാൻസ് ഹിമാലയാസ് ഈസ് ഓൾസോ നോൺ ആസ് ടിബറ്റൻ ഹിമാലയ. അപ്പൊ ശ്രദ്ധിച്ചോണേ, ഇപ്പൊ ട്രാൻസ് ഹിമാലയത്തിന്റെ നദേൺ മോസ്റ്റ് ഡിവിഷനെ
ഈ പറഞ്ഞ ടിബറ്റൻ ഹിമാലയാസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി ട്രാൻസ് ഹിമാലയത്തിന്റെ ആവറേജ് എലിവേഷൻ എന്ന് പറയുന്നത് ഫ്രം ദ സീ ലെവൽ 3000 മീറ്റേഴ്സ് ആണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ, SCERT-യില് 3000 മീറ്റേഴ്സ് എന്ന് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ സാധാരണ ട്രാൻസ് ഹിമാലയത്തിന്റെ ആവറേജ് എലിവേഷൻ ഫ്രം സീ ലെവൽ നമ്മൾ എപ്പോഴും പഠിക്കാറുള്ളതും അതേപോലെ തന്നെ PSC ബുള്ളറ്റിനിലും കാര്യങ്ങളിലും എല്ലാം വരുന്നത് 6000 മീറ്റർ ആണ് ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരമായിട്ട്, സമുദ്രനിരപ്പിലുള്ള ശരാശരി ഉയരമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് SCERT പോയിന്റ് ആയത് കാരണം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഇതിലൊരു ചെറിയൊരു വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഇനി ട്രാൻസ് ഹിമാലയത്തിന് അപ്രോക്സിമേറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് 40 കിലോമീറ്ററും ലെങ്ത് എന്ന് പറയുന്നത് 965 കിലോമീറ്ററുമാണ്. ഇതിൽ കാരക്കോറം റേഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, പാമീർ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റേഞ്ചാണ് കാരക്കോറം റേഞ്ച് എന്ന് പറയുന്നത്. സോ കാരക്കോറം റേഞ്ച്, ഇതിലെ കാരക്കോറം റേഞ്ച് എന്ന് പറയുന്നത് പാമീർ നോട്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്, പാമീർ നോട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, പ്രധാനമായും 3 തരത്തിലുള്ള പർവ്വത നിരകളാണ് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഒന്ന് കാരക്കോറം, ലഡാക്ക്, സസ്കര തുടങ്ങിയിട്ടുള്ള 3 പ്രധാനപ്പെട്ട പർവ്വത നിരകളാണ് ഇതിന്റെ ഭാഗങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അതും ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. സോ കാരക്കോറം, ലഡാക്ക്, സസ്കര, ഇത് നമ്മൾ ഫിഗറിൽ കണ്ടതാണ്. ഈ കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കണേ. ഓക്കെ, സോ അടുത്തത് നമ്മൾ ഹിമാലയൻ റേഞ്ചസിലേക്ക് നമ്മൾ പോകുന്നു. ഹിമാലയൻ റേഞ്ചസിൽ നമ്മൾ പറഞ്ഞത് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്കാണ്. അതിൽ ഹിമാദ്രിയിലേക്ക് വരാം. ഹിമാദ്രി, ഓക്കെ, ഇതിലെ ഹിമാദ്രിയെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നു, മറ്റ് 2 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഗ്രേറ്റർ ഹിമാലയ എന്ന പേരിലും ഇന്നർ ഹിമാലയ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി ഈ ഹിമാദ്രി ശരാശരി, അതായത് സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി മീൻ സീ ലെവലിൽ നിന്ന് 6100 മീറ്റർ, 6100 മീറ്റേഴ്സ് ആണ് ആവറേജ് എലിവേഷൻ എന്ന് പറയുന്നത് ഡ്യൂ ടു SCERT പ്രകാരം. അതേപോലെ വിഡ്ത്ത് എന്ന് പറയുന്നത്, ഇതിന്റെ വിഡ്ത്ത് 25 കിലോമീറ്റർ ആണ്. സ്നോ കവേർഡ് ആയിട്ടുള്ള ഒരു മൗണ്ടൻ റേഞ്ച് ആണ് ഹിമാദ്രി എന്ന് പറയുന്നത്. 6100 മീറ്റർ എന്ന് നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് തന്നെ സ്നോ കവേർഡ് ആണ്. അടുത്തത് ഹിമാചലിലേക്ക് വരാം. ഹിമാചൽ മൗണ്ടൻ റേഞ്ചസിലേക്ക് നമുക്ക് വരാം. ഇവിടുത്തെ ആവറേജ് എലിവേഷൻ എന്ന് പറയുന്നത് 3500 മുതൽ 4500 മീറ്റർ വരെയാണ് ഇതിന്റെ ആവറേജ് എലിവേഷൻ ആയിട്ട് പറയുന്നത്. ലെസ്സർ ഹിമാലയ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ മിഡിൽ ഹിമാലയാസ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. വിഡ്ത്ത് എന്ന് പറയുന്നത് 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ആ കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക. ദെൻ ശിവാലിക്കിലേക്ക് വരാം. ശിവാലിക്കിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഒരു ഹിമാലയൻ റേഞ്ചസ് ആണ് ശിവാലിക് റേഞ്ചസ് എന്ന് പറയുന്നത്. സദേൺ മോസ്റ്റ് ഓഫ് ഹിമാലയൻ റേഞ്ചസ് ആണ്. ഇത് ഗംഗ പ്ലെയിൻസുമായിട്ട് ബോർഡർ ചെയ്യുന്നുണ്ട്. ഏകദേശം ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇതിനെ ഔട്ടർ ഹിമാലയ എന്ന പേരിലും ഈ ശിവാലിക് അറിയപ്പെടുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, ഈ 3 പർവ്വത നിരകളുടെയും, അതായത് ഹിമാദ്രിയുടെയും ഹിമാചലിന്റെയും ശിവാലിക്കിന്റെയും പർവ്വത നിരകളുടെ വിഡ്ത്ത് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിഡ്ത്ത് വരുന്നത് ശിവാലിക് റേഞ്ചിലാണ്. 60 മുതൽ 150 കിലോമീറ്റർ വരെ ഇതിന്റെ വിഡ്ത്ത് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാക്ട് പുതുതായിട്ടൊന്ന് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഏറ്റവും കൂടുതൽ വിഡ്ത്തുള്ള ഹിമാലയൻ റേഞ്ച് എന്ന് പറയുന്നത്, അതായത് വീതി കൂടിയ ഹിമാലയൻ റേഞ്ച് എന്ന് പറയുന്നത് ശിവാലിക് റേഞ്ച് ആണ്. തൊട്ട് താഴെ ഹിമാചലാണ്. ഏറ്റവും കുറവുള്ളത് ഹിമാദ്രിയാണ്. വെറും 25 കിലോമീറ്റർ മാത്രമേ വിഡ്ത്തായിട്ട് ഹിമാദ്രിയുടെ നമ്മൾ പറയാറുള്ളൂ. അപ്പൊ അതും ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇതില് മറ്റൊരു കാര്യം അടുത്തതായിട്ട് പറയുന്നത് ഹിമാലയത്തിന്റെ ഒറിജിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ഒറിജിൻ ഓഫ് ഹിമാലയാസിനെ പറ്റി പറയുന്നുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിട്ട് പറയുന്നത് പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ്. ടെക്ടോണിക് പ്ലേറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ടെക്ടോണിക് പ്ലേറ്റ് എന്നുള്ളത് ആദ്യം നോക്കാം. ലിത്തോസ്ഫെറിക് പ്ലേറ്റ് വേൾഡ് ജോഗ്രഫിയിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ക്രസ്റ്റ്, മാൻഡില്, അതേപോലെ തന്നെ കോറ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. അതിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാളിയാണ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെ ഈ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ക്രസ്റ്റും മാൻഡിലിന്റെ
അപ്പർ മാന്റിലും ചേർന്നിട്ടുള്ള ഒരു പാളിയാണ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് തന്നെയാണ് ഈ ടെക്ടോണിക് പ്ലേറ്റിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. ഈ ലിത്തോസ്ഫിയറിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, പല തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള സൈസുള്ള ഈ പ്ലേറ്റുകൾ, അതായത് ഫലകങ്ങൾ ഈ ലിത്തോസ്ഫിയറിലുണ്ട്. അതാണ് ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ, അതായത് 1000 മുതൽ കിലോമീറ്റർ കണക്കില്, 1000 മുതൽ 1000 കിലോമീറ്റർ മുതൽ 100 കിലോമീറ്റർ വരെ വിടുത്തും അതേപോലെ തന്നെ തിക്നെസ്സും ഒക്കെ ഉള്ള ഇതിനെയാണ് നമ്മൾ ലിത്തോസ്ഫെറിക് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് കോണ്ടിനെന്റൽ പോർഷനും ഉണ്ട്, അതേപോലെ തന്നെ ഓഷ്യാനിക് പോർഷനും ഉണ്ട്. ഓക്കെ, അതായത് ബോട്ടവും അതേപോലെ തന്നെ ബോത്ത് ബോട്ടം ആൻഡ് മുകളിലും എല്ലാം ഈ പറഞ്ഞ കോണ്ടിനെന്റൽ പോർഷനും ഓഷ്യാനിക് ബോട്ടവും വരുന്നുണ്ട്, അതേപോലെ തന്നെ രണ്ടും കൂടിയിട്ടും വരുന്നുണ്ട് ഈ പ്ലേറ്റുകൾ. അപ്പോ കോണ്ടിനെന്റൽ പോർഷൻ വരുന്നുണ്ട്, ഓഷ്യാനിക് പോർഷൻ വരുന്നുണ്ട്. അതുമല്ല രണ്ടും കോണ്ടിനെന്റൽ പോർഷനും ഓഷ്യാനിക് പോർഷനും ഒക്കെ ആയിട്ട് ഈ പ്ലേറ്റുകൾ വേരി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലോകത്തിലെ പ്രധാനപ്പെട്ട വലുതും ചെറുതുമായിട്ടുള്ള പ്ലേറ്റുകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതില് നോക്കിക്കോണേ, ഇതിൽ പല പ്ലേറ്റുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇതാ, ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ ഹിമാലയത്തിന്റെ ഉത്ഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലിനെ തുടർന്നാണ് നമ്മൾ പറയാറുള്ളത്. ഒന്ന് യുറേഷ്യൻ പ്ലേറ്റും ഇന്തോ ഓസ്ട്രേലിയൻ പ്ലേറ്റും. ആക്ച്വലി ഇപ്പോ ഈ ഇന്തോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് വീണ്ടും രണ്ടായിട്ട് ഇന്ത്യൻ പ്ലേറ്റ് ആയിട്ടും ഓസ്ട്രേലിയൻ പ്ലേറ്റ് ആയിട്ടും കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഈ പ്ലേറ്റുകൾ ജസ്റ്റ് ശ്രദ്ധിച്ചോണേ. ഇതാണ് യുറേഷ്യൻ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേറ്റ്, വലിയൊരു പ്ലേറ്റ് ആണ്. അതിന്റെ ബൗണ്ടറി നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഇത്രയാണ് യുറേഷ്യൻ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്തോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്. സോ നിലവില് ഇന്ത്യൻ പ്ലേറ്റ് എന്നും ഓസ്ട്രേലിയൻ പ്ലേറ്റ് എന്നും പേരുണ്ടെങ്കിലും ഇതാണ് ഇന്തോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേറ്റ്. ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഈ ഇന്തോ ഓസ്ട്രേലിയൻ പ്ലേറ്റുകൾ മുകളിലേക്ക് വരികയും യുറേഷ്യൻ പ്ലേറ്റുകൾ താഴേക്ക് വരികയും ചെയ്യുകയും ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലിനെ തുടർന്ന്, കുറച്ചപ്പോഴേ നമ്മൾ പറഞ്ഞു ഫോൾഡിങ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള കംപ്രഷനെ തുടർന്ന് ഇവിടെ ഫോൾഡിങ് നടക്കുകയും മുകളിലേക്ക് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതായത് മുകളിലേക്ക് മടങ്ങി മടങ്ങി വരികയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഹിമാലയം രൂപീകരിക്കുന്നത്. വീണ്ടും കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ഇന്തോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് രണ്ട് പ്ലേറ്റുകളായിട്ട് ഇപ്പൊ അറിയപ്പെടുന്ന ഇന്ത്യൻ പ്ലേറ്റ് ആയിട്ടും ഓസ്ട്രേലിയൻ പ്ലേറ്റ് ആയിട്ടും മാറി. പക്ഷെ യഥാർത്ഥത്തിൽ ഇന്തോ ഓസ്ട്രേലിയൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിലുള്ള കൂട്ടിമുട്ടലിനെ തുടർന്ന് രൂപപ്പെട്ടിട്ടുള്ള പർവ്വത നിരയാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഹിമാലയം എന്ന് പറയുന്നത്. സോ ഒറിജിൻ ഓഫ് ഹിമാലയാസ് പറയുന്ന സമയത്ത് ഇത് പറഞ്ഞ് നമുക്ക് പറ്റുള്ളൂ. ഇത് കൂടാതെ ലോകത്തിൽ ഒരുപാട് തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പ്ലേറ്റുകളെല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏറ്റവും വലിയ പ്ലേറ്റ് എന്ന് പറയുന്നത് പസഫിക് പ്ലേറ്റ് ആണ്, വലിയൊരു പ്ലേറ്റ് ആണ്. ചെറിയ ചെറിയ പ്ലേറ്റുകളും ഉണ്ട്. ഇപ്പോൾ സ്കോട്ടിയ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു പ്ലേറ്റ് ഇവിടെയുണ്ട്. കൊക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേറ്റ്, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. അപ്പൊ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഫലകങ്ങളായിട്ടാണ് ഈ പറഞ്ഞ ഭൂമിയുടെ ഉപരിതലത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപരിതലത്തിനെ നമ്മൾ ഈ പ്ലേറ്റ് ടെക്ടോണിക്സിന്റെ ഭാഗമായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതില് ശ്രദ്ധിച്ചോണേ, ഡ്യൂ ടു പ്ലേറ്റ് ടെക്ടോണിക്സ്. പ്ലേറ്റ് ടെക്ടോണിക്സ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിസ്റ്റൽ റോക്ക് ബ്ലോക്കുകളിനെ, അത് മേ ബി കോണ്ടിനെന്റൽ ആവാം അല്ലെങ്കിൽ ഓഷ്യാനിക് പാർട്ട് ആവാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അസ്തനോസ്ഫിയർ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ലിത്തോസ്ഫിയർ ബ്ലോക്ക് എന്ന് പറയുന്നത് അതായത് ഒന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞ ഓഷ്യാനിക് ആവാം അല്ലെങ്കിൽ കോണ്ടിനെന്റൽ ആവാം. ഇത് തൊട്ടു താഴെ അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെമി ലിക്വിഡ് ഭാഗത്ത് ഇങ്ങനെ ഒഴുകി നടക്കണം. അപ്പൊ മോൾട്ടൺ സ്റ്റേജ് ആണ് ഈ പറഞ്ഞ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, സെമി പ്ലാസ്റ്റിക് സ്റ്റേജ് ആണ്, ഹൈ ടെമ്പറേച്ചർ ആണ്. ഇതിന് മുകളിലാണ് ലിത്തോസ്ഫിയർ ഉള്ളത്. ഓക്കെ, ലിത്തോസ്ഫിയർ സോണ് ആക്ച്വലി ഈ അസ്തനോസ്ഫിയറിന് മുകളിലാണുള്ളത്. ഇങ്ങനെ ഈ പറഞ്ഞ അസ്തനോസ്ഫിയറിന് മുകളിൽ ഈ പ്ലേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേറ്റുകൾ മൂവ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് പ്ലേറ്റ് ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. വളരെ സ്ലോ ആണ്, പക്ഷെ അസ്തനോസ്ഫിയറിന് മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേറ്റ് ടെക്ടോണിക് മെല്ലെ മെല്ലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ചോണേ, ഇത് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് ആണ്. ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റിന് തൊട്ട് താഴെ സെമി മോൾട്ടൺ സ്റ്റേജിലുള്ള ഈ അസ്തനോസ്ഫിയർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് എന്ന് പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സഞ്ചാരം നമുക്കൊന്ന് കൃത്യമായിട്ട് തന്നെ നമുക്ക് നോക്കാം. 3 തരത്തിലാണ് ഈ പറഞ്ഞ ബൗണ്ടറികൾ വരുന്നത്. അപ്പൊ ആ ബൗണ്ടറികളിലേക്ക് വരാം. അതിനു മുൻപ് എർത്തില് ഈ പറഞ്ഞ
ഓറോജനിക് പ്രോസസ്സുകൾ എന്ന് നമ്മൾ പറയും. അതായത് മൗണ്ടൻ ബിൽഡിംഗ് പ്രോസസ്സുകളെയാണ് ഓറോജനിക് പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. ഇത് പ്ലേറ്റ് ബൗണ്ടറീസിലാണ് വലിയ രീതിയിൽ ആക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ 3 രീതിയിലാണ് പ്രധാനമായിട്ടും ഈ പറഞ്ഞ പ്ലേറ്റ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഒന്ന് കൺവേർജന്റ് ബൗണ്ടറീസ്, മറ്റൊന്ന് ഡൈവേർജന്റ് ബൗണ്ടറീസ്, മറ്റൊന്ന് ട്രാൻസ്ഫോം അല്ലെങ്കിൽ ഷിയർ ബൗണ്ടറീസ്. ഇതിലെ ആദ്യത്തെ കൺവേർജന്റ് ബൗണ്ടറി ഇവിടെ ഒന്ന് നോക്കുക. കൺവേർജന്റ് ബൗണ്ടറി എന്ന് പറയുന്നത് രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ, രണ്ട് ഫലകങ്ങൾ തമ്മിലുള്ള കൂട്ടിമുട്ടലിനെയാണ് എന്ത് പറയുന്നത്, കൺവേർജന്റ് ബൗണ്ടറി എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ പറഞ്ഞ ഫോൾഡ് മൗണ്ടൻസ് എല്ലാം ഉണ്ടാവുന്നത്. അടുത്തത് ഡൈവേർജന്റ് ബൗണ്ടറി ആണ്. രണ്ട് ഫലകങ്ങൾ തമ്മിൽ, പ്ലേറ്റുകൾ തമ്മിൽ, രണ്ട് ഫലകങ്ങൾ തമ്മിൽ തെന്നി മാറുകയാണ്. അപ്പൊ ഇവിടെ കാണുന്ന പോലെ തന്നെ തെന്നി മാറുകയാണ്. ഇതിനെയാണ് ഡൈവേർജന്റ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഓക്കെ, അകന്നു മാറുകയാണ്. ട്രാൻസ്ഫോം ബൗണ്ടറി എന്ന് പറയുന്നത് രണ്ട് ഫലകങ്ങൾ തമ്മിൽ സ്ലൈഡ് ചെയ്തു പോവാണ്. ഓക്കെ, ഷിയർ ചെയ്തു പോവാണ്. ഇതിനെയാണ് പറയുന്നത് ട്രാൻസ്ഫോം ബൗണ്ടറി അല്ലെങ്കിൽ ഷിയർ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. അപ്പൊ അതും ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇതില് റോക്ക് ലേയേഴ്സ് അലോങ് ദ കൺവേർജന്റ് ബൗണ്ടറീസ് get folded due to the compression of lithospheric plate. ഇതാണ് ഫോൾഡഡ് മൗണ്ടൻസിന് ഉണ്ടാവാനുള്ള കാരണം. നേരത്തെ നമ്മൾ ഫോൾഡഡ് മൗണ്ടൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു. കംപ്രഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഈ മെയിൻ ആയിട്ടുള്ള കംപ്രഷൻ വരാനുള്ള കാരണം രണ്ട് കൺവേർജന്റ് ബൗണ്ടറി, രണ്ട് ഫലകങ്ങൾ തമ്മിൽ കൺവേർജ് ചെയ്യാണ്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, മടങ്ങി മടങ്ങി മുകളിലേക്ക് വരുന്നു. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ. ഇത് ഇന്ത്യൻ പ്ലേറ്റ് ആണ്, ഇത് യുറേഷ്യൻ പ്ലേറ്റ് ആണ്, ഇന്തോ ഓസ്ട്രേലിയൻ പ്ലേറ്റും. അപ്പൊ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റിനും ഇടയിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സമുദ്രമാണ് തെത്തിസ് എന്നാണ് ഈ സമുദ്രത്തിന്റെ പേര്. ഈ തെത്തിസ്. ഈ ഇന്ത്യൻ പ്ലേറ്റിന്റെയും യുറേഷ്യൻ പ്ലേറ്റിന്റെയും കംപ്രഷൻ മൂലം ഈ തെത്തിസ് സീ ഈ ഇന്ത്യൻ പ്ലേറ്റ് താഴെ വരികയും യുറേഷ്യൻ പ്ലേറ്റ് മുകളിലേക്ക് വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് തെത്തിസ് സീ മെല്ലെ മെല്ലെ അപ്രത്യക്ഷമാകാൻ തുടങ്ങും. അപ്രത്യക്ഷമാകാൻ തുടങ്ങുന്നതിന്റെ രണ്ടാമത്തെ സ്റ്റേജ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണേ. രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ രണ്ടാമത്തെ സ്റ്റേജിൽ നിന്നും മൂന്നാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും ശ്രദ്ധിച്ചോണേ, ഈ പറഞ്ഞ തെത്തിസ് സീ തീർത്തും അപ്രത്യക്ഷമാവുന്ന നിലയിലേക്കാണ് പോകുന്നത്. ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ തീർത്തും അപ്രത്യക്ഷമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഹിമാലയാസ് രൂപീകരിക്കുന്നു. അപ്പൊ ആ ഹിമാലയാസ് രൂപീകരിക്കുന്നതാണ് നമ്മൾ തേർഡ് സ്റ്റേജിൽ നമ്മൾ കാണുന്നത്. തേർഡ് സ്റ്റേജിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹിമാലയാസ് രൂപീകരിക്കുന്നതിന്റെ കാരണം. ഓക്കെ, മെല്ലെ മെല്ലെ തെത്തിസ് സീ എന്ത് ചെയ്യുന്നുണ്ട്, അപ്രത്യക്ഷമാവുന്നുണ്ട്. ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സോ ശ്രദ്ധിച്ചോണേ. ദ ഇന്ത്യൻ പ്ലേറ്റ് which includes the peninsular India and the Australian continent was located in the southern hemisphere about 150 to 160 million years ago. ഏകദേശം ഒരു 150 മുതൽ 160 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് വരെ ഓസ്ട്രേലിയൻ കോണ്ടിനെന്റും അതേപോലെ തന്നെ ഇന്ത്യൻ പ്ലേറ്റും, അപ്പൊ ഇതിനെയാണ് നമ്മൾ മൊത്തത്തിൽ ഇന്തോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് മുകളിലേക്ക് പോകുന്ന സമയത്ത് നോർത്ത് വേർഡിൽ നിന്നും താഴേക്ക് യുറേഷ്യൻ പ്ലേറ്റ് വരുന്നു. അപ്പൊ ഈ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, യുറേഷ്യൻ പ്ലേറ്റിന്റെയും ഈ ഇന്തോ ഓസ്ട്രേലിയൻ പ്ലേറ്റിന്റെയും ഇടയിൽ തെത്തിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീ ബെഡ് ഉണ്ടായിരുന്നു. ഈ സീ ബെഡാണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് അപ്ലിഫ്റ്റ് ചെയ്യുന്നതും ഇന്ന് നമ്മൾ കാണുന്ന ഹിമാലയാസ് ഫോം ചെയ്യുന്നതും. ഈ കാര്യം ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, ഹിമാലയസിന്റെ റീജിയണൽ ഡിവിഷനിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഓർത്തോണേ, നമ്മൾ നേരത്തെ പറഞ്ഞത് 3 തരത്തിലുള്ള ഒരു ഡിവിഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതല്ലാതെ റീജിയണൽ ഡിവിഷനിലേക്ക് പോകുന്നു. അപ്പൊ നോക്കിക്കോണേ, റിവേഴ്സ് ദാറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ഹിമാലയാസ് ക്രിയേറ്റ് ഡീപ് ഗോർജസ് ഇൻ ദയർ കോസ്റ്റസ്. അപ്പൊ എന്താണ് ഗോർജസ് എന്നുള്ളത് പറയാം. ദ റീജിയണൽ ഡിവിഷൻ ഓഫ് ഹിമാലയാസ് ഹാവ് ബീൻ മെയ്ഡ് ഓൺ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദീസ് ക്രോസ് കട്ടിംഗ് റിവേഴ്സ്. ദീസ് റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ് ആർ, ശ്രദ്ധിച്ചോണേ, അപ്പൊ 3 തരത്തിലാണ് റീജിയണൽ ഡിവിഷൻ ഓഫ് ഹിമാലയാസിനെ നമ്മൾ പറയുന്നത്. വെസ്റ്റേൺ ഹിമാലയാസ്, സെൻട്രൽ ഹിമാലയാസ്,
ഈസ്റ്റേൺ ഹിമാലയാസ്. ഇങ്ങനെ 3 തരത്തിലാണ് ഹിമാലയാസിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതില് ഗോർജസ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഗോർജസ് എന്ന് പറയുന്നത് ഡീപ്പ് വാലീസ് ആണ്. രണ്ട് ഭാഗത്തും രണ്ട് സൈഡിലും സ്റ്റീപ്പ് സൈഡോട് കൂടിയ ഗോർജസ് വാലീസിനെയാണ് നമ്മൾ ഗോർജസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ആഴമേറിയ ഗിരികന്ധരങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്. ഈ രണ്ട് സൈഡും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. രണ്ട് സൈഡും വലിയ രീതിയിലുള്ള ഗർത്തങ്ങളാണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗോർജസ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഈ ഹിമാലയത്തിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളായിട്ടുള്ള ഇൻഡസും ഗംഗയും ബ്രഹ്മപുത്രയും എല്ലാം ഈ ഹിമാലയൻ റീജിയൻസിൽ ഈ ഗോർജസ് ഉണ്ടാക്കുന്നുണ്ട്. ഗോർജസ് എന്ന് പറയുന്നത് ഇറോഷണൽ ആക്ടിവിറ്റിയാണ്. ആ കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക. സോ റീജിയണൽ ഡിവിഷൻ ഓഫ് ഹിമാലയാസ് എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിച്ചോണേ. ഇത്രയും ഭാഗം ഇവിടെ ശ്രദ്ധിക്കുക. ഈ ഇത്രയും ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെസ്റ്റേൺ ഹിമാലയാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ സെൻട്രൽ ഹിമാലയാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ഈ ഒരു വലിയ ഭാഗത്തെയാണ് നമ്മൾ ഈസ്റ്റേൺ ഹിമാലയാസ് എന്നറിയപ്പെടുന്നത്. 3 തരത്തിലാണ് റീജിയണൽ ഡിവിഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ റീജിയണൽ ഡിവിഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നദികളെ ബേസ് ചെയ്തിട്ടാണ് ഈ റീജിയണൽ ഡിവിഷൻ എന്ന് പറയുന്നത്. സെപ്പറേറ്റിംഗ്, അപ്പോൾ ഹിമാലയൻ സോൺ സെപ്പറേറ്റിംഗ് റിവേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അതായത് വെസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയുന്നത് 2 പ്രധാനപ്പെട്ട നദികൾക്കിടയിലാണ്. ഒന്ന് സിന്ധുവിന്റെയും അതേപോലെ തന്നെ കാളി എന്ന് പറഞ്ഞൊരു നദിയുണ്ട്. ഓക്കെ, ഗഗ്ര എന്ന് പറഞ്ഞിട്ടുള്ള നദിയുടെ ഒരു പോഷക നദിയാണ് കാളി. സോ ഇൻഡസ്, അതായത് സിന്ധുവിന്റെയും കാളി നദിക്കും ഇടയിലാണ് വെസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഇനി സെൻട്രൽ ഹിമാലയാസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കാളി നദി മുതൽ തീസ്ത നദി വരെയുള്ള ഹിമാലയാസയാണ് നമ്മൾ സെൻട്രൽ ഹിമാലയാസ് എന്ന് നമ്മൾ പറയുന്നത്. ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയുന്നത് തീസ്ത മുതൽ ബ്രഹ്മപുത്ര വരെയുള്ള ഭാഗത്തെയാണ് നമ്മൾ ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ 3 റീജിയണൽ ക്ലാസിഫിക്കേഷൻ നല്ല രീതിയിൽ തന്നെ ഓർത്തു വെക്കാം. ഇതില് വെസ്റ്റേൺ ഹിമാലയാസിലേക്ക് നമുക്കൊന്ന് പോകാം. The Western Himalayas, which stretches from the Indus River Valley to the north of the Jammu Kashmir up to the Kali River Valley. അതായത് ഇൻഡസ് റിവർ വാലി മുതൽ ഇൻഡസ് റിവർ വാലി തുടങ്ങുന്ന ജമ്മു കാശ്മീർ, നോർത്ത് ഓഫ് ജമ്മു കാശ്മീർ മുതൽ കാളി റിവർ വാലിയുടെ, അതായത് ഗാഗ്ര നദിയുടെ ട്രിബ്യൂട്ടറി ആണെന്ന് പറഞ്ഞു. സോ ഇത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ ഉത്തരാഖണ്ഡ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ വെസ്റ്റേൺ ഹിമാലയാസിനെ നമ്മൾ വീണ്ടും 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് കശ്മീർ ഹിമാലയ, മറ്റൊന്ന് ഹിമാചൽ ഹിമാലയ, മറ്റൊന്ന് ഉത്തരാഖണ്ഡ് ഹിമാലയ. ഓർത്തു വെച്ചോണേ. വെസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയുന്നത് ഇൻഡസിന്റെയും സിന്ധു നദിയുടെയും കാളി നദിയുടെയും ഇടയിൽ കിടക്കുന്ന ഹിമാലയാസ് ആണ്. ഈ വെസ്റ്റേൺ ഹിമാലയാസിനെ തന്നെ വീണ്ടും 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നു, 3 റീജിയൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അത് കശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയാസ് എന്നുള്ള രീതിയിൽ 3 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ കശ്മീർ ഹിമാലയാസിലേക്ക് നമുക്ക് പോവാം. കശ്മീർ ഹിമാലയാസ് എന്ന് പറയുന്നത് ഏകദേശം 3.5 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഹിമാലയൻ ഏരിയ ആണ് കശ്മീർ ഹിമാലയം എന്ന് പറയുന്നത്. ഇതിലെ ജമ്മു കാശ്മീരും ലഡാക്ക് ഭാഗങ്ങളും ഉൾപ്പെടുന്നു. ഏകദേശം ഈ കശ്മീർ ഹിമാലയത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 700 കിലോമീറ്റർ ലെങ്ത്തും 500 കിലോമീറ്റർ വിഡ്ത്തും, അതായത് വീതിയുമുള്ള ഒരു ഭാഗമാണ് കശ്മീർ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഇവിടെ സ്നോ കവേർഡ് ആയിട്ടുള്ള പീക്കുകളുണ്ട്, വാലികളുണ്ട്, ഹിൽ റേഞ്ചസ് ഉണ്ട്. ഇപ്പൊ പ്രധാനപ്പെട്ട കശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ഹിൽ റേഞ്ചസ് എന്ന് പറയുന്നത് കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പഞ്ചൽ തുടങ്ങിയിട്ടുള്ള ഈ 4 റേഞ്ചസ് ആണ് കശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട റേഞ്ചസ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ കാരക്കോറവും ലഡാക്കും സസ്കറും നമ്മൾ പഠിച്ചിരുന്നു. അത് എന്തിന്റെ ബേസിലാണ് നമ്മൾ പഠിച്ച? ട്രാൻസ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട റേഞ്ചസ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ഇത് മറ്റൊരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. കശ്മീർ ഹിമാലയാസിന്റെ പ്രധാനപ്പെട്ട 4 റേഞ്ചസ് എന്ന് പറയുന്നത് കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പഞ്ചൽ റേഞ്ചസ് ആണ്. ഇനി കശ്മീർ ഹിമാലയത്തിലാണ് ലോകത്തിലെ തന്നെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് K2 ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. 8611 മീറ്റർ ആണ് ഗോഡ്വിൻ ഓസ്റ്റിന്റെ അല്ലെങ്കിൽ ഈ മൗണ്ട് K2ന്റെ ഉയരം എന്ന് പറയുന്നത്. ഇത് കാരക്കോറം റേഞ്ചിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇവിടെ സിയാച്ചിൻ, അതേപോലെ തന്നെ ബോൽത്തോരോ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഗ്ലേഷ്യറുകളും സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ കശ്മീർ ഹിമാലയത്തില്. ഇതില് ഈ പറഞ്ഞ
ഇൻഡസിന്റെ ട്രിബ്യൂട്ടറി സൈഡിൽ. ദീസ് ഗ്ലേഷ്യേഴ്സ് ഹെൽപ്പ് ദ റിവർ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. അതായത് പ്രധാനമായിട്ടും രവി, ജേലം, ചിനാബ് തുടങ്ങിയ നദികളെല്ലാം ഉത്ഭവിച്ചു വരുന്നത് ഈ പറഞ്ഞ ചെറിയ ചെറിയ ഗ്ലേഷ്യറുകളിൽ നിന്നാണ്. ഇവിടെ ശ്രദ്ധിച്ചോണേ, ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള പാസസ്, അതായത് ചുരങ്ങൾ കൊണ്ടും വളരെ പ്രസിദ്ധമാണ്. അതിലൊരെണ്ണമാണ് ബനിഹാൽ ചുരം, ബനിഹാൽ പാസ് എന്ന് പറഞ്ഞിട്ടുള്ള പാസ്. അത് പീർപഞ്ചൽ റേഞ്ചിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പാസ്സാണ് ബനിഹൽ പാസ് എന്ന് പറയുന്നത്. ഈ ബനിഹൽ പാസ് ജമ്മുവിനെയും കാശ്മീർ വാലിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാസ്സാണ്. ഇപ്പൊ പാസസ് ആർ കമ്പാരേറ്റീവ്ലി ഈസർ നാച്ചുറൽ പാസേജസ് ഇൻ ദ മൗണ്ടൻ ടെറൈൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞു, അതിൽ ബനിഹൽ പാസ് ശ്രദ്ധിക്കുക, അക്രോസ് പീർ പഞ്ചൽ റേഞ്ച് ദാറ്റ് കണക്ട്സ് ജമ്മു വിത്ത് ദ കാശ്മീർ വാലി ഈസ് ആൻ എക്സാമ്പിൾ. ബനിഹൽ പാസ് ഈ പറഞ്ഞ പീർ പഞ്ചൽ റേഞ്ചിലെ പ്രധാനപ്പെട്ട ഒരു പാസ്സാണ്. അതും ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ ഫ്രഷ് വാട്ടർ ലേക്കുകൾ കൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഒരുപാട് ഫ്രഷ് വാട്ടർ ലേക്കുകളുണ്ട്. അതിലൊന്നാണ് ദാൽ ലേക്ക് എന്ന് പറഞ്ഞിട്ട് ദാൽ തടാകം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ദാൽ തടാകത്തിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് ശ്രീനഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ താഴെ കാണുന്ന ഈ ചിത്രം എന്ന് പറയുന്നത് ദാൽ തടാകത്തിലുള്ള ഒരു പ്രത്യേകതരം ബോട്ടുകളാണ്. ഈ ബോട്ടുകളെ നമ്മൾ പറയുന്നത് ഷിക്കാര ബോട്ടുകൾ എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണാത്ത ബോട്ടുകളാണ് ഷിക്കാര ബോട്ടുകൾ. ദാൽ തടാകത്തിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. കാശ്മീർ ടൂറിസത്തിന്റെ ഒരു മുഖമുദ്രയായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഷിക്കാര ബോട്ടുകളെ നമ്മൾ കാണാറുള്ളത്. അടുത്തത് മെർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. മെർഗ് എന്ന് പറയുന്ന പുൽമേടുകളാണ്. അതും ഈ ഒരു ഭാഗത്ത്, ഈ ഒരു കാശ്മീർ താഴ്വരയിലെല്ലാം പുൽമേടുകൾ വരുന്നുണ്ട്. മെഡോസ് ഇത് നമുക്ക് കൃത്യമായിട്ട് തന്നെ പറയാം. മെർഗ് എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഈ മൗണ്ടൻ സ്ലോപ്പുകളിലെ, അതായത് താഴ്വരകളില് സമ്മർ സീസണിലും അതേപോലെ തന്നെ വിന്റർ സീസണിലുമെല്ലാം ഈ മെർഗുകൾ, അതായത് പുൽമേടുകൾ വരുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിച്ചോണേ, ഈ ഗുൽമേർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ഒരു പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ സോണാമർഗ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ്, മെർഗുകൾക്ക് എക്സാമ്പിൾ ആണ്. മെർഗ് എന്ന് പറയുന്നത് കാശ്മീർ ഹിമാലയത്തിൽ വരുന്ന പുൽമേടുകളെയാണ് നമ്മൾ മെർഗുകൾ, മെഡോസിനെയാണ് നമ്മൾ മെർഗുകൾ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അതിൽ സമ്മർ സീസണിൽ ശ്രദ്ധിക്കുക, സമ്മർ സീസണിൽ പുൽമേടുകളും വിന്റർ സീസണിൽ സ്നോ കവറിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളുമാണ് ഈ ഭാഗത്ത് വരുന്നത്. മെർഗ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഹിമാചൽ ഹിമാലയസിലേക്ക് നമുക്ക് പോവാം. കാശ്മീർ ഹിമാലയത്തിൽ നിന്നും ഹിമാചൽ ഹിമാലയസിലേക്ക്. അപ്പൊ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഹിമാചൽ പ്രദേശിലാണ് ഇതിന്റെ മേജർ ഷെയറും. പ്രധാനപ്പെട്ട നദികൾ ഈ പറഞ്ഞ ഹിമാലയത്തിലൂടെ ഒഴുകുന്നത് ചെനാബ്, രവി, ബിയാസ് തുടങ്ങിയിട്ടുള്ള നദികളാണ് ഹിമാചൽ ഹിമാലയത്തിലൂടെ പ്രധാനമായിട്ട് ഒഴുകുന്നത്. പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്നത് ദൗളാദർ റേഞ്ച് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട റേഞ്ചാണ്. പീർ പഞ്ചൽ റേഞ്ചിന്റെ ഒരു ഭാഗവും ഇതേ ഹിമാലയത്തിൽ വരുന്നുണ്ട്. ഫ്രഷ് വാട്ടർ ലേക്കുകളുണ്ട്. അതിലൊന്നാണ് ചന്ദ്രതാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഷ് വാട്ടർ ലേക്ക്, സൂരജ് താൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഷ് വാട്ടർ ലേക്ക്. ഇതെല്ലാം ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ഫ്രഷ് വാട്ടർ ലേക്കുകളാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ബാരാലാച്ചാല പാസ് ആണ്. ഈ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ഒരു പാസ്സാണ് ബാരാലാച്ചാല പാസ്. ഈ ബാരാലാച്ചാല പാസ് ഹിമാചൽ പ്രദേശിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാസ്സാണ്. ഇത് ഹിമാചൽ പ്രദേശിലാണ്. മറ്റൊന്ന് റോത്തങ് പാസ് ആണ്. റോത്തങ് പാസ് കുളു വാലിയെ അതിന് തൊട്ട് മുകളിലുള്ള ലഹൂൽ എന്നും സ്പിതി എന്നും രണ്ട് പേരുള്ള വാലികളുണ്ട്. അതുമായി ബന്ധിപ്പിക്കുന്നതാണ് റോത്തങ് പാസ് എന്ന് പറയുന്നത്. അതും ഈ ഒരു ഭാഗത്തുള്ളതാണ്. കുളു, അതേപോലെ തന്നെ കാംഗ്ര, ലഹൂൽ തുടങ്ങിയിട്ടുള്ളതെല്ലാം ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട വാലികളാണ്, താഴ്വരകളാണ്. ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഷിംലയും മണാലിയും അടക്കമുള്ള ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്റ്റഡ് കേന്ദ്രങ്ങളും ഈ ഹിമാലയത്തിൽ ഉള്ളതായിട്ട് ഓർത്തു വെക്കുക കേട്ടോ. അടുത്തത് ഈ ഹിമാലയത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഹോട്ട് സ്പ്രിങ്ങുകൾ. ഓക്കെ, അതായത് ചൂട് നീരുറവുകൾ എന്ന് നമുക്ക് പറയാം. ഈ ഒരു ഭാഗത്തെ പ്രധാനപ്പെട്ട ചൂട് നീരുറവുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഹിമാലയൻ ടെറൈനിലുള്ള പ്രധാനപ്പെട്ട ചൂട് നീരുറവുകൾ ഉള്ളത് ഒന്ന് നുബ്ര എന്ന് പറഞ്ഞിട്ടുള്ള നദി വാലിയിൽ താഴ്വരയില്. ദെൻ മണികരൺ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ കീർഗംഗ. ഇതിൽ മണികരൺ ഒന്ന് ശ്രദ്ധിച്ചോണേ.
ഈ ഹോട്ട് സ്പ്രിങ്ങുകളിൽ നിന്നും നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ഇതിനെയാണ് ജിയോ തെർമൽ എനർജി എന്ന് നമ്മൾ പറയുന്നത്. ഈ ജിയോ തെർമൽ എനർജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് മണികരൺ എന്ന് പറയുന്നത്. സോ ഹിമാചൽ പ്രദേശിലാണ് മണികരൺ. ആ കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക. സോ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ജിയോ തെർമൽ എനർജി പവർ പ്ലാന്റ് ആണ് ഈ മണികരൺ എന്ന് പറയുന്നത് കേട്ടോ, ഹോട്ട് സ്പ്രിംഗ്. ദെൻ അടുത്തത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉത്തരാഖണ്ഡ് ഹിമാലയ വീണ്ടും ശ്രദ്ധിക്കുക. ഉത്തരാഖണ്ഡ് ഹിമാലയാസ് എന്ന് പറയുന്നത് സത്ലജിന്റെയും കാളി നദിയുടെയും ഇടയിൽ കിടക്കുന്ന ഒരു ഭാഗമാണ് ഈ ഉത്തരാഖണ്ഡ് ഹിമാലയാസ് എന്ന് പറയുന്നത്. ഇതിലെ വെസ്റ്റേൺ സൈഡിനെ ഗഡ്വാൾ ഹിമാലയാസ് എന്നും ഈസ്റ്റേൺ സൈഡിനെ കുമയൂൺ ഹിമാലയാസ് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കാശ്മീർ ഹിമാലയത്തിലെ തന്നെ മറ്റൊരു ഉപവിഭാഗമായിട്ടുള്ള ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത് സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പറഞ്ഞ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ വെസ്റ്റേൺ ഭാഗത്തെ, ഫോർ എക്സാമ്പിൾ ഇതാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് ഓർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് തരത്തിൽ വീണ്ടും മാറുന്നുണ്ട്. ഒന്ന്, ഇതിനെ ഗഡ്വാൾ റീജിയൻ എന്നും മറ്റൊന്നിനെ ഈസ്റ്റേൺ റീജിയനെ, ഇത് വെസ്റ്റേൺ റീജിയൻ ആണ്, ഈസ്റ്റേൺ റീജിയനെ കുമയൂൺ ഹിമാലയാസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതും ഒന്ന് ഓർത്തോണേ. സോ ഇവിടെ ഈ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പീക്കുകളിലേക്ക് നമുക്ക് വരാം. നന്ദാദേവി ഒരു പ്രധാനപ്പെട്ട പീക്കാണ്. കാമേത്ത് ഉണ്ട്, ബദരീനാഥ്, കേദാർനാഥ്, ഇതെല്ലാം ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പീക്കുകളാണ്. സോ ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് ഗ്ലേഷ്യറുകൾ എന്ന് പറയുന്നത് ഒന്ന് ഗംഗോത്രി ഗ്ലേഷ്യർ, മറ്റൊന്ന് യമുനോത്രി ഗ്ലേഷ്യർ. ഈ രണ്ട് ഗ്ലേഷ്യറുകളിൽ നിന്നാണ് ഗംഗയും അതേപോലെ തന്നെ യമുന നദിയും ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലും ഒരുപാട് തരത്തിലുള്ള ഫ്രഷ് വാട്ടർ ലേക്കുകൾ, ശുദ്ധജല തടാകങ്ങൾ ഇവിടെയും നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങൾ? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ കാണുന്ന നൈനിറ്റാൽ, ഓക്കെ, അതൊരു പ്രധാനപ്പെട്ടൊരു ശുദ്ധജല തടാകമാണ്. അതേപോലെ തന്നെ ഭീംതാൽ എന്ന് പറഞ്ഞിട്ടുള്ള ശുദ്ധജല തടാകം. ഇതെല്ലാം ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ഫ്രഷ് വാട്ടർ ലേക്കുകളാണ്. then ഇവിടെ ശ്രദ്ധിച്ചോണേ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ലെസ്സർ ഹിമാലയത്തിനും ശിവാലിക്കിനും ഇടയില് ഫ്ലാറ്റ് വാലികളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഡ്യൂൺസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ലെസ്സർ ഹിമാലയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിമാചൽ. ഓക്കെ, ഹിമാചൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഹിമാചൽ റേഞ്ചസും ശിവാലിക് റേഞ്ചസിനും ഇടയിൽ കാണുന്ന ഫ്ലാറ്റ് വാലികളെ പറയുന്ന പേരാണ് ഡ്യൂണുകൾ എന്നാണ് പറയുന്നത്. ഇതിലെ ഏറ്റവും വലിയ ഡ്യൂൺ എന്ന് പറയുന്നതും ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഡ്യൂൺ എന്ന് പറയുന്നത് ഡെറാഡ്യൂൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം, അത് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതും ഒന്ന് ഓർത്തു വെച്ചോണേ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മെർഗുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു കാശ്മീർ ഹിമാലയത്തിൽ, അതായത് കാശ്മീർ ഹിമാലയത്തിൽ കാണപ്പെടുന്ന പുൽമേടുകളെ പറയുന്ന പേരാണ് മെർഗുകൾ എന്ന് നമ്മൾ പറഞ്ഞു. ഇതേ തന്നെ പുൽമേടുകളെ ഈ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലും കാണപ്പെടുന്നുണ്ട്. ഈ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ കാണപ്പെടുന്ന ഈ പുൽമേടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബുഗ്യാൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സോ നോക്കിക്കോണേ, ആൽപൈൻ സമ്മർ മെഡോസ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ പുൽമേടുകൾ തന്നെയാണ്. ഹയർ ആൾട്ടിറ്റ്യൂഡിലാണ്, സ്ലോപ്പിലാണ് കാണപ്പെടുന്നത്. ബുഗ്യാൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ബുഗ്യാലില് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വിന്റർ ആവുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സ്നോ കവറിംഗ് ആണ്, സമ്മർ ആവുന്ന സമയത്ത് പുൽമേടുകളാണ്. ഇതും ഈ പറഞ്ഞ വിന്റർ ടൂറിസത്തിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. ഓക്കെ, ദയാറ ബുഗ്യാൽ എന്ന പേരിലും അതേപോലെ തന്നെ ഗോർസൺ ബുഗ്യാൽ എന്ന പേരിലൊക്കെ ഈ ബുഗ്യാലുകൾ, ഈ ഭാഗത്ത് ഉള്ള ബുഗ്യാലുകൾ അറിയപ്പെടുന്നുണ്ട്. ഇത് ഓരോ ടേമുകളാണ് കേട്ടോ. ദയാറ ബുഗ്യാൽ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തെ ബുഗ്യാലാണ്, ബുഗ്യാൽ എന്ന് പറയുന്നത് പുൽമേടുകളാണ്, മെഡോസ് ആണ്, ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കിക്കോണേ, ഈ പറഞ്ഞ ബുഗ്യാൽ ആൻഡ് ദ ഷെപ്പേർഡ്സ് നോക്കിക്കോണേ. ദ മെഡോസ് ഇൻ ദ ഹിമാലയൻ ഫൗണ്ട് ബിറ്റ്വീൻ, അതായത് ബുഗ്യാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഏകദേശം 3000-നും 4500 മീറ്ററിനും ഇടയിലാണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, ബുഗ്യാൽസ് എന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഗഡ്വാൾ റീജിയനിലാണ് ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഈ ബുഗ്യാൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പുൽമേടുകൾ കാണപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ബുഗ്യാല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമ്മർ വിന്റർ സീസണുകളുണ്ട്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇതില് ബുഗ്യാല് സമ്മർ സീസണിലെ പുൽമേടുകളായും
വിന്റർ സീസണിൽ വലിയ രീതിയിലുള്ള സ്നോ കവറിംഗ് ആയിട്ടും ഇത് കാണപ്പെടുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് ബുഗ്യാലിന് തൊട്ടു താഴെ വാലികളിൽ നിന്നും ഈ ബുഗ്യാലിലേക്ക് സമ്മർ സീസണിലേക്ക് എത്തുന്ന കുറച്ച് ആളുകളുണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ട്രാൻസ് ഹ്യൂമൻസ് എന്ന് നമ്മൾ പറയാം. അതായത് 6 മാസക്കാലം ഈ ബുഗ്യാലിലും ബാക്കിയുള്ള 6 മാസക്കാലം താഴ്വരകളിലും ജീവിക്കുന്ന ഗോത്ര വിഭാഗങ്ങളാണ് ഈ പറഞ്ഞ വിഭാഗങ്ങൾ. ട്രാൻസ് ഹ്യൂമൻസ് എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. അപ്പൊ അതായത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, വിന്റർ സീസണില് ഇവര് ഈ പറഞ്ഞ ബുഗ്യാല് ഈ വിന്റർ സീസണിൽ മൊത്തം മഞ്ഞ് മൂടി കിടക്കുമല്ലോ. അപ്പൊ അതായത് ഈ മഞ്ഞ് മൂടി കിടക്കുന്ന ഈ വിന്റർ സീസണിലെ ഈ സമയത്ത് ഈ ട്രാൻസ് ഹ്യൂമൻസ് നടത്തുന്ന ഗോത്ര വിഭാഗങ്ങള് ഏറ്റവും താഴെ വാലികളിലാണ് ഇവര് താമസിക്കുക. എന്നാൽ സമ്മർ സീസൺ എത്തുന്ന സമയത്ത് ഈ മഞ്ഞെല്ലാം മാറിയിട്ട് ഇവിടെ പുൽമേടുകളാവും. ആ സമയത്ത് ഈ വിന്റർ സീസണിൽ താഴെ ഉണ്ടായിരുന്ന ഈ ട്രാൻസ് ഹ്യൂമൻസ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, അതായത് ഗോത്ര വിഭാഗങ്ങൾ, നേരെ സമ്മർ സീസണിൽ ബുഗ്യാലിലേക്ക് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 6 മാസക്കാലം താഴ്വരയിലും 6 മാസക്കാലം ബുഗ്യാലുമായിട്ട് താമസിക്കുന്ന ആളുകൾ, ഇവരെയാണ് നമ്മൾ ട്രാൻസ് ഹ്യൂമൻസ് എന്ന് മൊത്തത്തിൽ പറയുക. ഇങ്ങനത്തെ കുറെ ഗ്രൂപ്പുകളുണ്ട്. അങ്ങനത്തെ ഗ്രൂപ്പുകളാണ് ഒന്ന് ബക്കർവാലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പുകൾ, ഗദ്ദീസ് എന്ന് പറഞ്ഞിട്ടുള്ള, ഗുജ്ജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ്, ദെൻ കിനൌസ് എന്ന് പറഞ്ഞിട്ടുള്ള, ബോട്ടിയാസ്, അതേപോലെ തന്നെ ചങ്പാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പുകൾ. ഇത് ഗോത്ര വിഭാഗങ്ങളാണ്. ഇവരെയാണ് ട്രാൻസ് ഹ്യൂമൻസ് എന്ന് നമ്മൾ പറയാം. ഈ ഒരു യാത്രയാണ് ട്രാൻസ് ഹ്യൂമൻസ് എന്ന് നമ്മൾ പറയാം. അപ്പൊ ബുഗ്യാൽ റിമെയിൻസ് സ്നോ under snow during winter. When the snow melts away in the summer, bugyals are transformed into green meadows. The shepherds. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഗ്രൂപ്പുകളെല്ലാം, ഈ ഗോത്രവർഗങ്ങളെല്ലാം ഷെപ്പേർഡ്സ് ആണ്. ഓക്കെ, ഇവര് ഈ പറഞ്ഞ മെഡോസിലേക്ക് എത്തുന്നു. ഡ്രൈ വാലീസ്, മെഡോസ് ഫ്രം ദ ഡ്രൈ വാലീസ് ഇൻ ദയർ ഹേർഡ് ഡ്യൂറിംഗ് ദ സമ്മർ സീസൺ. Leaving their dry valleys, they make temporary camping sheds and live along with their livestock in the luxuriant green bugyals. With the advent of winters, they leave these hills and live in the valley until the next season. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. ഈ സീസൺ അനുസരിച്ച് മാറുന്നുണ്ട്. ഇതിനെയാണ് ട്രാൻസ് ഹ്യൂമൻസ് എന്ന് നമ്മൾ പറയുന്നത്. ട്രാൻസ് ഹ്യൂമൻസ് നടത്തുന്ന പ്രധാനപ്പെട്ട ഗോത്രവർഗങ്ങളാണ്, ഷെപ്പേർഡ്സിന്റെ വർഗങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഓക്കെ, ഈ കാര്യം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അതും ഒന്ന് ഓർത്ത് വെച്ചോണേ. ഇനി നമുക്ക് സെൻട്രൽ ഹിമാലയാസിലേക്ക് എത്താം നമുക്ക്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞത് വെസ്റ്റേൺ ഹിമാലയാസ് ആണ്. വെസ്റ്റേൺ ഹിമാലയാസിന്റെ 3 തട്ടുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് സെൻട്രൽ ഹിമാലയാസിലേക്ക് നമുക്ക് എത്താം. ഓക്കെ, സെൻട്രൽ ഹിമാലയാസ് എന്ന് പറയുന്നത് കാളി നദിക്കും അതേപോലെ തീസ്ത നദിക്കും ഇടയിലുള്ള ഭാഗമാണ്. ഓക്കെ, ഇതിനെ നേപ്പാൾ ഹിമാലയാസ് എന്ന പേരിലും പറയാറുണ്ട്. ഓക്കെ, കാരണം മെജോറിറ്റിയും നേപ്പാളാണ്. അതുകൊണ്ടാണ് ഇതിനെ ഈ പറഞ്ഞ നേപ്പാൾ ഹിമാലയാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വെസ്റ്റേൺ സിക്കിം, ഡാർജിലിംഗ് റീജിയൻ, ഇതെല്ലാം ഈ സെൻട്രൽ ഹിമാലയാസിൽ ഉൾപ്പെടുന്നതാണ്. സോ സെൻട്രൽ ഹിമാലയാസിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ്. അത് നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കാഞ്ചൻജംഗയും ഇതേ സെൻട്രൽ ഹിമാലയാസിലാണ്. ദെൻ അതേപോലെ തന്നെ നാദുല പാസ് ഇമ്പോർട്ടന്റ് ആണ്. സോ ചൈന ഇന്ത്യ ബോർഡർ ആയിട്ട് വരുന്ന ഈ നാദുല പാസ് എല്ലാം സെൻട്രൽ ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. ഓക്കെ, വളരെ വേഗത്തിൽ ഒഴുകുന്ന തീസ്ത നദി ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ സെൻട്രൽ ഹിമാലയത്തിന്റെ ഒരു ഭാഗമാണ്. സിക്കിം ഹിമാലയം സെൻട്രൽ ഹിമാലയത്തിന്റെ ചെറിയൊരു ഭാഗമാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഈ ഒരു സെൻട്രൽ ഹിമാലയാസിലെ ബ്രിട്ടീഷുകാര് ടീ കൾട്ടിവേഷൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, അതായത് കൊളോണിയൽ ഇറയില് ഈ ഒരു ഭാഗത്തെ ഫേവറബിൾ കണ്ടീഷൻ ആയിട്ട് എടുക്കുകയും ടീ കൾട്ടിവേഷൻ ഒരു ഫേവറബിൾ കണ്ടീഷൻ ആയിട്ട് ഇവര് പരിഗണിക്കുകയും ടീ കൾട്ടിവേഷൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെയാണ് ഡാർജിലിംഗ് ടീ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, ഇന്റർനാഷണലി ഫേമസ് ആണ് ഈ ഡാർജിലിംഗ് ടീ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി. ഈസ്റ്റേൺ ഹിമാലയാസിലേക്ക് എത്താം. നമ്മൾ സെൻട്രൽ ഹിമാലയത്തിൽ നിന്നും ഈസ്റ്റേൺ ഹിമാലയത്തിലേക്ക് എത്തുന്നു. സോ ഈസ്റ്റേൺ ഹിമാലയാസിലേക്ക് വരുന്ന സമയത്ത് എവിടെ മുതലാണ്? റിവർ തീസ്ത മുതൽ ബ്രഹ്മപുത്ര വരെയാണ്. ഇതിനെ അസം ഹിമാലയാസ് എന്നും അറിയപ്പെടുന്നു. ഈ ഒരു ഭാഗത്തെ ഏറ്റവും ഉയർന്ന പർവ്വതമാണ് നംച പർവ എന്ന് പറയുന്നത്. ഈസ്റ്റേൺ ഹിമാലയസിലെ 7756 മീറ്റർ ആണ് നംച പർവയുടെ ഉയരം എന്ന് പറയുന്നത്.
ചൈനയിലാണ് നംച ബർവ സ്ഥിതി ചെയ്യുന്നത്. ഈ നംച ബർവയെ ചുറ്റിത്തിരിഞ്ഞാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. ഓക്കെ, സോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈസ്റ്റേൺ ഹിമാലയൻ റീജിയൻസിലെ പ്രധാനപ്പെട്ട നദികൾ ഒന്ന് ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി എന്ന് പറഞ്ഞിട്ടുള്ള നദികളെല്ലാം ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പാസ്, അതായത് ചുരം എന്ന് പറയുന്നത് ബോംഡില ചുരമാണ്. അരുണാചൽ പ്രദേശിലെ ലാസ, അതായത് ടിബറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ടിബറ്റിന്റെ ക്യാപിറ്റൽ ആയിരുന്നു ഈ പറഞ്ഞ ലാസ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ ദിഫു, ഈ പറഞ്ഞ ദിഫുവിനെയും ഈ ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അടുത്തത് മ്യാൻമാറിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിച്ച് കണക്ട് ദ മ്യാൻമാർ, ദിഫു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാസ് കൂടിയിട്ടുണ്ട്. അത് മ്യാൻമാറിനെ അരുണാചൽ പ്രദേശുമായിട്ട് കണക്ട് ചെയ്യുന്ന പാസ്സാണ്. പൂർവാചൽ ഹിൽസിലേക്ക് നമുക്ക് വരാം. പൂർവാചൽ ഹിൽസ് നോക്കിക്കോണേ. പൂർവാചൽ ഹിൽസ് എന്ന് പറയുന്നത് ഈ നോർത്ത് ഈസ്റ്റേൺ ബൗണ്ടറിയിൽ കാണപ്പെടുന്ന, ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റേൺ ബൗണ്ടറിയിൽ കാണപ്പെടുന്ന ഹിൽസ് ആണ് പൂർവാചൽ ഹിൽസ്. സോ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ ഇത്, സൗത്ത് ഡയറക്ഷനിൽ മിസോറാം വരെ ഇത് കാണപ്പെടുന്നുണ്ട്. ഇതിന്റെ ഒരു ആവറേജ് എലിവേഷൻ എന്ന് പറയുന്നത് പൂർവാചൽ ഹിൽസിന്റെ 500 മുതൽ ഏകദേശം 300 മീറ്റർ വരെയാണ് ഇതിന്റെ ഒരു ആവറേജ് എലിവേഷൻ എന്ന് പറയുന്നത് സീ ലെവലിൽ നിന്ന്. ഇതാണ് പൂർവാചൽ ഹിൽസ് എന്ന് പറയുന്നത്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റേഞ്ചസ് എന്ന് പറയുന്നത് ഒന്ന് പത്കായ് ബംബാണ്. ദെൻ നാഗ കുന്നുകളുണ്ട്, നാഗ ഹിൽസ്, മിസോ ഹിൽസ്, മണിപ്പൂർ ഹിൽസ്. ഇവിടെയാണ് ഈ പറഞ്ഞ മേഖലയിലാണ്, ഈ പൂർവാചലിലാണ്, പ്രത്യേകിച്ചും പൂർവാചലിലെ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളാണ് ചിറാപുഞ്ചി, മൗസിൻഡ്രം എന്ന് പറഞ്ഞിട്ടുള്ള 2 സ്ഥലങ്ങൾ. ഇത് രണ്ടുമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ റെയിൻഫോൾ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ റെയിൻഫോൾ കിട്ടുന്ന 2 ഭാഗങ്ങൾ എന്ന് പറയുന്നത് ചിറാപുഞ്ചി ആൻഡ് മൗസിൻഡ്രം. ഇത് ഈ പൂർവാചലിന്റെ ഭാഗമാണ്. പൂർവാചലിന്റെ ഭാഗമായിട്ട് വരുന്ന ഗാരോ, ഗാസി, ജയന്ത കുന്നുകളിലാണ് ഈ ചിറാപുഞ്ചി ആൻഡ് മൗസിൻഡ്രം. ചിറാപുഞ്ചിയുടെ പുതിയ പേര് ശ്രദ്ധിക്കാം, സൊഹ്റ എന്നാണ്. അപ്പൊ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു നാച്ചുറൽ വണ്ടറാണ് റൂട്ട് ബ്രിഡ്ജസ്. ഇത് റൂട്ട് ബ്രിഡ്ജ് ആണ് കേട്ടോ, റൂട്ട് ബ്രിഡ്ജസ്. ഓക്കെ, ദെൻ കൈബുൾ ലംജാവോ ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഓർത്തോണേ. ഇത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് മണിപ്പൂരിലുള്ള ഒരു നാഷണൽ പാർക്കാണ്. കൈബുൾ ലംജാവോ എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇതൊരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കാണ്. ഓക്കെ, സോ ഫ്രഷ് വാട്ടർ ലേക്കില് കൈബുൾ ലംജാവോ എന്ന് പറയുന്ന ഒരു ഫ്രഷ് വാട്ടർ ലേക്കിലുള്ള ഒരു നാഷണൽ പാർക്കാണ്. അപ്പൊ ഈ നാഷണൽ പാർക്ക് ഫ്ലോട്ട് ചെയ്യുന്നതിന് കാരണം ഫുണ്ടീസ് എന്നറിയപ്പെടുന്ന ഒരു ഓർഗാനിക് മാറ്ററുകൾ, അതായത് ഫ്ലോട്ടിംഗ് ഓർഗാനിക് മാറ്ററുകളെ അവിടെ ഫുണ്ടീസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് ചെറിയ ഐലൻഡ് പോലെയാണ്. ഇത് ഈ പറഞ്ഞ ജലത്തിന് മുകളിലെ, ഈ വെള്ളത്തിന് മുകളിലെ നിങ്ങൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. കൈബുൾ ലംജാവോ ഓർത്തു വെച്ചോണേ. ഇത് നമ്മൾ പറഞ്ഞു ഒരു ഫ്രഷ് വാട്ടർ ലേക്ക് എന്ന് പറഞ്ഞു. ആ ലേക്കിന്റെ പേരാണ് ലോക്താക് എന്നാണ് ഈ ലേക്കിന്റെ പേര് കേട്ടോ. ഓക്കെ, ഇതിൽ ഈ ഫുണ്ടീസിലെ ഒരുപാട് തരത്തിലുള്ള, അതൊരു വലിയൊരു എക്കോ സിസ്റ്റമാണ്. ഇതിൽ പ്ലാന്റ്സും ബേർഡ്സും സ്മോൾ ഓർഗാനിസം ഒക്കെ ഉൾപ്പെടുന്ന ഒരു എക്കോ സിസ്റ്റമാണ് ഈ പറഞ്ഞ ഫുണ്ടീസ് എന്ന് പറയുന്നത്. ഈ ലോക്താക് ലേക്കിനെ റാംസർ സൈറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ റാംസർ സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, റാംസർ ലിസ്റ്റിലുണ്ട്. ആ കാര്യം കൂടി ഓർത്തു വെക്കാം. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. പാർട്ട് 2 വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കാണാം. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ്.